ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 9 മുതലുള്ള ഭാഗങ്ങളിൽ യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. യാചിക്കുന്നവൻ ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നാൽ നിങ്ങളിൽ ഒരു അപ്പനോട് മകൻ അപ്പം ചോദിച്ചാൽ അവൻ കല്ല് കൊടുക്കുമോ? അല്ല മീൻ ചോദിച്ചാൽ മീനിന് പകരം പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നു എങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും. എന്നെ കേൾക്കുന്ന പ്രിയരെ, കർത്താവ് പറയുകയാണ്, മുട്ടിയാൽ തുറക്കും. യാചിക്കുക, മുട്ടുക, അന്വേഷിക്കുക എന്ന് പറഞ്ഞിട്ട് യേശു പറയുന്നൊരു അനുഗ്രഹിക്കപ്പെട്ടൊരു ഭാഗം, മകൻ അപ്പനോട് അപ്പൻ ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കൂ. ഒരിക്കലും ഒരപ്പനും ഒരു മകനത് കൊടുക്കത്തില്ല. കർത്താവ് പറയുന്നു, ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നെങ്കിൽ, ഭൂമിയിലെ അപ്പൻ ഭൂമിയിലെ മകന് തനിക്ക് പറ്റുന്ന നിലയിൽ നല്ലത് കൊടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, യേശു പറയുകയാണ്, തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും. പ്രിയരെ, ഇന്ന് ഈ കർത്താവിനെ അറിഞ്ഞിട്ട്, ഈ രക്ഷയുടെ സന്തോഷം പ്രാപിച്ചിട്ട്, ഈ നിത്യതയൊക്കെ മനസ്സിലാക്കിയിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ കേവലം ഭൂമിയിലെ മെറ്റീരിയൽസിന് വേണ്ടി, ഭക്ഷണത്തിന്, വസ്ത്രത്തിന്, നല്ല ജീവിതത്തിന്, എവിടെ? ഭൂമിയിൽ, ശാശ്വതമല്ലാത്ത ഈ ഭൂമിയിൽ നല്ല ജീവിതം കിട്ടാൻ കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടുന്ന, അന്വേഷിക്കുന്ന ഒത്തിരി പേരെ നമുക്ക് കാണാൻ പറ്റും. വേണ്ടെന്നല്ല, ഈ ഭൂമിയിൽ നമുക്ക് ഇന്നത് വേണമെന്ന് വചനം പറയുന്നു. നിങ്ങൾ ചോദിക്കാതെ തന്നെ ദൈവത്തിനറിയാം. എന്നാൽ രക്ഷിക്കപ്പെട്ട് കർത്താവിനെ അറിഞ്ഞൊരു ദൈവ പൈതൽ അപ്പനോട് പരിശുദ്ധാത്മാവിനെ അധികം തരാൻ യാചിച്ചാൽ, മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ യേശു തന്നെ ഗിരിപ്രഭാഷണത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. ആത്മാവിൻ്റെ ദാരിദ്ര്യം ലഭിച്ചാലും എനിക്ക് പോരെ കർത്താവേ, എനിക്ക് വീണ്ടും വേണം. എഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകത്തിനകത്ത് നരിയാണിയോളമായി, മുട്ടോളമായി മതിയെന്ന് പറഞ്ഞ് തിരികെയല്ല, നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്തൊരു അഭിഷേകത്തിന് വേണ്ടി കൊതിക്കുന്ന ഒരു തലമുറയോട് കർത്താവ് പറയുന്നു, ഞാൻ അധികമായിട്ട് നിങ്ങൾക്ക് തരും. ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ, ശാശ്വതമല്ലാത്ത ഈ ലോകത്തിലെ കേവലം താൽക്കാലികമായ മെറ്റീരിയൽസിന് വേണ്ടി നിൽക്കാതെ, ഒരിക്കലും നഷ്ടപ്പെടാത്ത, ആർക്കും കവർന്നെടുക്കാൻ പറ്റാത്ത ആത്മാവിനെ പ്രാപിച്ച് നിത്യതയിലേക്ക് പോകുവാൻ വിശ്വസ്തതയോടെ ഒരുങ്ങാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.